നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രാജ്യാന്തര മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോർ കേവലം 22 കിലോമീറ്റർ മാത്രം വരുന്ന ഒരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തിൽ ഇന്ത്യ അതിശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഏക പാത, ആ പാത 22 കിലോമീറ്റർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്നത്, കോഴിക്കഴുത്ത് പോലെ വളരെ ഇടുങ്ങിയത്. എന്നാൽ ഇന്ത്യ ഏറ്റവും നിർണായകമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചിക്കൻ നെക്കിൽ നടത്തിയിരിക്കുന്നു. ഇന്ത്യ ആ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി 22-ൽ നിന്ന് 60 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ ബംഗ്ലാദേശിന്റെ 38 കിലോമീറ്റർ ഭൂപ്രദേശം ഇന്ത്യ കൈയടക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടുന്നത്. ഗ്ലോബൽ ന്യൂസ് ഏജൻസി എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ വന്നതാണ് ആദ്യത്തെ ഒരു ആർട്ടിക്കിൾ. അതിനെ പിൻപറ്റിയാണ് പിന്നീട് അമേരിക്കൻ മാധ്യമങ്ങളും ഇപ്പോൾ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇത്തരം വാർത്തകൾ നൽകുന്നത്. മലയാളത്തിലെ മുഖ്യധാര ചാനലുകളൊന്നും തന്നെ ഇതുവരെ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്താണ് ഈ ചിക്കൻ നെക്കിന്റെ പ്രാധാന്യം? ചിക്കൻ നെക്കിന്റെ പ്രാധാന്യം ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ, സിക്കിമും ചേർത്ത് 8 സംസ്ഥാനങ്ങൾ, ആ 8 സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഏക സഞ്ചാര പാതയാണ് ഈ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്നത്. വളരെ കാലങ്ങളായി ബംഗ്ലാദേശ് പ്രകോപനം സൃഷ്ടിക്കുന്ന, ഈ ബംഗ്ലാദേശ് കയ്യേറാൻ ശ്രമിക്കുന്ന ഒരു ഭൂപ്രദേശവും കൂടിയാണ്. അതായത് ചിക്കൻ നെക്കിൽ ബംഗ്ലാദേശ് അവരുടെ നിയന്ത്രണം ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് 8 സംസ്ഥാനങ്ങളാണ്. നേരത്തെ ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിനുള്ളിൽ വലിയ ആഭ്യന്തര കലാപം ഉണ്ടാവുകയും അവിടെ ഹിന്ദുക്കൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുകയും ചെയ്ത സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിനോട് വളരെ കൃത്യമായ ചില താക്കീതുകൾ നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്, ഇന്ത്യ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ ചിക്കൻ നെക്കിനെ ഞങ്ങൾ സ്വന്തമാക്കും. പിന്നീട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് ആകപ്പാടെ ഉള്ളത് ബംഗ്ലാദേശുമായുള്ള ഒരു ബന്ധം മാത്രമായിരിക്കും. ബംഗ്ലാദേശിന്റെ കടൽ തീരമായി മാത്രമായിരിക്കും അവർക്ക് പിന്നീടുള്ളത്. ഇതായിരുന്നു ബംഗ്ലാദേശിന്റെ ഭീഷണി. അന്ന് തന്നെ ഇന്ത്യ കൃത്യമായി ചരടുവലികൾ ആരംഭിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഈ ബംഗ്ലാദേശ് നടത്തിയ ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ വെല്ലുവിളി അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കൻ നെക്കിലെ ഭൂവിസ്തൃതി അല്ലെങ്കിൽ സിലിഗുരി കോറിഡോറിലുള്ള ഇന്ത്യയുടെ മേൽക്കോയ്മ അത് കൂടുതൽ വലുതാക്കണം. ജനവാസമില്ലാത്ത ഭൂപ്രദേശമാണ് ഈ ചിക്കൻ നെക്കിലെ വലിയ ഭൂപ്രദേശങ്ങൾ. അവിടെ ഇന്ത്യ ക്രമാനുഗതമായി കഴിഞ്ഞ 2-3-4 മാസക്കാലമായി ഇന്ത്യ തങ്ങളുടെ സൈനിക ഇടപെടൽ നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായി ഇന്ത്യയുടെ ഈ പിടിച്ചടക്കൽ ഇന്ത്യൻ ഭരണകൂടമോ ബംഗ്ലാദേശ് ഭരണകൂടമോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇന്ത്യയുടെ സൈന്യമോ ബംഗ്ലാദേശിന്റെ സൈന്യമോ ഇതേക്കുറിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. പക്ഷേ ഈ ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ സൈന്യം അനൗദ്യോഗികമായി നൽകുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ സിലിഗുരി കോറിഡോറിൽ ഇന്ത്യ തങ്ങളുടെ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. ചിക്കൻ നെക്കിൽ ഇന്ത്യ 38 കിലോമീറ്റർ ദൂരം ബംഗ്ലാദേശിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ സൈനിക നീക്കം നടത്തിക്കൊണ്ട് ചിക്കൻ നെക്കിനെ 22 കിലോമീറ്റർ വിസ്തൃതിയിൽ നിന്ന് 60 കിലോമീറ്റർ വീതിയിലേക്ക് ഇന്ത്യ വളർത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ നീക്കം. ഇന്ത്യ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്തായാലും ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആഭ്യന്തര കലഹം, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അതിർത്തികളിൽ നിന്നുള്ള ആക്രമണം, അതിനൊപ്പമാണ് ബംഗ്ലാദേശിന്റെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് ഇന്ത്യ ചിക്കൻ നെക്കിൽ നിർണായകമായ ഒരു നീക്കം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്.